നമസ്കാരം. എല്ലാ വർഷവും സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഹൃദ്രോഗത്തെപ്പറ്റി ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്താനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദ്രോഗം കാരണം പ്രതിവർഷം 20 മില്യൺ ഡെത്ത്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, ഇത് പ്രതിരോധിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് ജനങ്ങൾ അറിയാൻ വേണ്ടി ഈ ദിവസം വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ പുകവലി, അമിതമായ രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ അഥവാ കൊഴുപ്പ്, ഈ 4 കാരണങ്ങളാണ് ഹൃദ്രോഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പലർക്കും ഈ അസുഖങ്ങൾ ഉണ്ടെന്ന് അവരറിയുന്നില്ല. ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമാണ് അവർ അറിയുന്നത് അവർക്ക് പ്രമേഹമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അമിതമായ രക്തസമ്മർദ്ദമുണ്ട്. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ബേസിക് ചെക്കപ്പ് 35 വയസ്സിനുള്ള മേലുള്ള എല്ലാവരും ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ ഇല്ലേ എന്ന്. അതനുസരിച്ച് നമുക്ക് തീർച്ചയായും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ പലരും ചോദിക്കാറുണ്ട്. പച്ചക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇത് രണ്ടും ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയും റെഡ് മീറ്റ് അതായത് ബീഫ്, മട്ടൺ എന്നിവ കഴിയുന്നത്ര ഒഴിവാക്കുകയും പ്രോസസ്ഡ് ഫുഡ്, ഉപ്പിൻ്റെ അംശം കൂടുതലുള്ള പ്രോസസ്ഡ് ഫുഡ്, സോസേജസ് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് വഴി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അമിതമായ മദ്യപാനം, പുകവലി തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയാവുന്നത് മാനസിക സംഘർഷമാണ്. അത് ജോലി സംബന്ധമായതാവാം, സാമ്പത്തികമായാവാം. അതിനാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്. നമ്മൾക്ക് കുടുംബസമേതം കുറച്ച് റിലാക്സേഷൻ അത്യാവശ്യമാണ്. നമുക്ക് സ്നേഹമുള്ളവരുടെ കൂടെ അല്പസമയം ആനന്ദമായി ചെലവാക്കുക, ട്രിപ്പിന് പോകുക, അതുപോലെ തന്നെ കഴിയുന്നത്ര റിലാക്സേഷൻ അതായത് യോഗ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതുവഴി നമുക്ക് ഒരുപാട് മാനസിക സംഘർഷം കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യായാമം. വ്യായാമത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അതൊരു മടിയായി മാറുന്നത്. അത് നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അത് ഒരു റുട്ടീനായി മാറിക്കഴിഞ്ഞാൽ ആയിരിക്കും ഏറ്റവും നല്ല കാര്യം. എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ, രാവിലെയോ വൈകുന്നേരമോ സൗകര്യമുള്ളപ്പോൾ നടക്കുക. സൗകര്യമുള്ളവർക്ക് നീന്താം, സൈക്ലിംഗ് ചെയ്യാം. ഈ ഡൈനാമിക് എക്സസൈസ് ചെയ്യുന്നത് വഴി ഹൃദ്രോഗം ഒരുപാട് കുറയാനുള്ള സാധ്യതകൾ വളരെ അധികമുണ്ട്. അപ്പം ഈ വേൾഡ് ഹാർട്ട് ഡേ എല്ലാ കൊല്ലവും ഒരു ആശയം വയ്ക്കാറുണ്ട്. അത് ജനങ്ങളിൽ അത്രയും പെട്ടെന്ന് എത്തിക്കാനും വേണ്ടിയിട്ടാണ്. ഇക്കൊല്ലത്തെ ആശയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ കൂടെയുള്ളവരോടും നമുക്ക് അടുപ്പമുള്ളവരോടും എന്തൊക്കെയാണ് ഹൃദ്രോഗം തടയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഉപദേശിക്കുക. അതുപോലെ തന്നെ രാജ്യവ്യാപകമായും ലോകവ്യാപകമായും ഓരോരോ മെഷേഴ്സ് എടുക്കുക. പോളിസീസ് വഴി ഈ ഹൃദ്രോഗം കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും എടുക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.